സോ നമ്മളിപ്പോ ഈ ചേഞ്ചിങ് വില്ലേജ്, അതുപോലെ തന്നെ ട്രൈബൽ കമ്മ്യൂണിറ്റി, റൂറൽ സെക്ടർ, ഇതെല്ലാം നമ്മൾ നോക്കി. അതായത് റൂറൽ കമ്മ്യൂണിറ്റി എല്ലാം നമ്മൾ നോക്കി. അപ്പൊ ഇനി നമുക്കെടുത്ത് നോക്കാനുള്ളതാണ് അർബൻ കമ്മ്യൂണിറ്റി. സോ അർബൻ കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ എന്താ മീനിങ്? ആരായിരിക്കും? അറിയില്ല സർ. അറിയില്ല. അർബൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അർബൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നഗരവാസികളെ പറയുന്നത്, അതായത് സിറ്റിയിലായിട്ട് ജീവിക്കുന്നത്. നമ്മളിപ്പോ ട്രൈബ് പഠിച്ചു. അവരെന്ന് പറയുന്ന പ്രാചീന കാലത്തുള്ളവരാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഫോളോവേഴ്സ് എന്നുള്ള രീതിയിലാണ് ട്രൈബ്സ്. അടുത്ത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് റൂറൽ കമ്മ്യൂണിറ്റി പഠിച്ചു. അവിടെ എന്ന് പറയുന്ന ഫാമിങ്ങും ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ പ്രോപ്പറാണ്. എല്ലാ കാര്യങ്ങളും ആ ഒരു ബേസിക് സ്ട്രക്ചറിൽ പോകുന്നവരാണ് ഈ റൂറൽ കമ്മ്യൂണിറ്റി. അടുത്ത് നമ്മൾ അവിടെ ചേഞ്ചിങ് വില്ലേജസ് പഠിച്ചു. ചേഞ്ചിങ് ടു ടൗൺസ് ആൻഡ് സിറ്റീസ് ആണെങ്കിൽ അതടുത്ത് മെട്രോപൊളിറ്റൻ സിറ്റീസിലോട്ട് അങ്ങനെ കൺവേർട്ട് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാനുള്ളതാണ് അതുപോലെ അർബൻ കമ്മ്യൂണിറ്റി. അർബൻ കമ്മ്യൂണിറ്റി മീൻസ് നമ്മുടെ നഗര ജീവിതം. നിങ്ങൾക്ക് ഇപ്പൊ ടെക്സ്റ്റ് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോ അർബൻ കമ്മ്യൂണിറ്റി എന്താണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഹാവ് യു എവർ വിസിറ്റഡ് എ മെട്രോ സിറ്റി? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മെട്രോ സിറ്റി വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? മെട്രോ സിറ്റി എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു നല്ല ഡെവലപ്മെന്റ് എടുത്തത് കൊച്ചി, ഹൈദരാബാദ്, അല്ലെങ്കിൽ കൊച്ചി, ഹൈദരാബാദ്, ഡൽഹി, കൊൽക്കത്ത ഇതുപോലുള്ള സിറ്റീസ് ഏതെങ്കിലും നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? ബാംഗ്ലൂർ എവിടെയെങ്കിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? No sir. ഇല്ല. Read the letter sent by Sheena, a 6th standard student, to her friend Archana. അപ്പോൾ ഇവിടെ അർച്ചനയുടെ ഫ്രണ്ടായ ഷീന അയക്കുന്ന കത്താണ് ഇവിടെ ഉള്ളത്. എന്താണ് ആ കത്തിൽ എന്നുള്ളത് നമുക്ക് നോക്കാം. ഡിയർ അർച്ചന, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇത് വായിച്ചേ? ദിയ വായിച്ചേ. Dear Archana, I am writing this letter from Bangalore city. Today, Bangalore has become one of the important cities in India. The region has grown into the mega city over the last 50 years. It is full of skyscrapers. Metro trains and aptly. Wait one second. Okay. Aptly called concrete jungles. Concrete jungles. Endati? One second, sir. മിസ്സായി പോയോ? അഞ്ചാമത്തെ വരി. These buildings are so tall that you cannot see their tops. Most of the streets are two-lane tracks. Vehicles play in both scenes at all times. Hence, it is not possible to cross the road as you please. You have to You have to use the
zebra crossing and wait for the green traffic signal. Otherwise, you are finished. The multiplied the അപ്പൊ ഇതെന്ന് പറയുന്നത് ഈ ഒരു ലെറ്റർ വരുന്നത് എവിടെന്നാ? ബാംഗ്ലൂർ സിറ്റിയിലാണ്. അതൊരു മെട്രോ സിറ്റിയാണ്. ഇപ്പൊ കംപ്ലീറ്റ്ലി അപ്പൊ അവള് പറയാണ്, ഈ ഒരു സിറ്റിയെ കുറിച്ച് പറയാണ്. അവിടെ എങ്ങനെയാണ് ഇപ്പോ സ്ട്രീറ്റ് വരെ 2 വരി പാതയാണ്. നമുക്ക് ഇതേപോലത്തെ ഇത് കുഞ്ഞു പാതകളൊന്നും ഇല്ല. വലിയ വലിയ പാതകളാണ്, വലിയ വലിയ റോഡുകളാണ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് അതെന്ന് പറയുന്ന ഒരു കോൺക്രീറ്റ് ജംഗിൾ അതുപോലെ, അതായത് അവിടെ പ്രകൃതിദത്തമായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിനാൽ നിറഞ്ഞ ആ ഒരു കെട്ടിടങ്ങളാൽ നിറഞ്ഞു കിടക്കുകയാണ്. അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ വലിയ കെട്ടിടങ്ങളാണ് ഉള്ളത്. അപ്പൊ അത്തരത്തില് കെട്ടിടങ്ങളാൽ നിറഞ്ഞു കിടക്കുക, അല്ലാതെ പ്രകൃതിദത്തമായിട്ടുള്ള ഒന്നും തന്നെ അവിടെ ഇല്ല. പിന്നെ അവിടെ ട്രാഫിക് എന്ന് പറയുന്നത്, ഇവിടെ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ട്രാഫിക് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാ. അല്ലെങ്കിൽ സീബ്ര ക്രോസിംഗിലൊക്കെ നിൽക്കണം, നിന്ന് ഗ്രീൻ സിഗ്നൽ കിട്ടിയാലേ പോകാൻ പറ്റുള്ളൂ. അല്ല എങ്കിൽ യു ആർ ഫിനിഷ്ഡ്, അതായത് നിങ്ങൾ മരിച്ചു പോകും, നീ മരിച്ചു പോകും. കാരണം ഇത് ഈ സീബ്ര ക്രോസിംഗിലും ഇതെല്ലാം നിന്ന് ട്രാഫിക് ഒക്കെ നോക്കി മാത്രമേ അവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എപ്പോഴും തിരക്കുള്ള ഒരു സിറ്റിയാ എന്നൊക്കെ പറയുന്നു. ബാക്കി വായിച്ചു. ബാക്കി ദിയ പോയോ? ഓക്കെ, ഗൗരി വായിച്ചു. ഓക്കെ, വെയിറ്റ്. ഇപ്പോ ഫിനിഷ്ഡ് വരെ വായിച്ചു. അപ്പൊ അടുത്ത പാരഗ്രാഫ്, സെക്കൻഡ് പാരഗ്രാഫ്. Finished. The multitude of vehicle cause and environmental pollution. Vehicles are factories and equally responsible for air pollution. Scarcity of fresh water is also a major problem in Bangalore. Floods can be seen everywhere here. Many people live in big villas and flats. I am told that a building accommodates nearly 200 families. There are several schools and colleges. It is true that Bangalore city has park and gardens. The museum and the zoo are enchanting. Actually, I am eager to stay here for a few more days and do sightseeing. Would you like to join me, Archana, with love, Sheena? Bangalore, 6th May 2020. ഓക്കെ, ഫൈൻ. അപ്പൊ ഇവിടെ പറയുന്ന അടുത്ത് പറയുന്ന കാര്യങ്ങള് അവിടുത്തെ എയർ പൊല്യൂഷനും എൻവയോൺമെന്റൽ പൊല്യൂഷനും അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ്. അവിടെ സ്കേഴ്സിറ്റി ഓഫ് വാട്ടറിന്റെ കാര്യത്തിൽ നമ്മൾ ഇവിടുത്തെ പോലെയൊന്നും നമുക്ക് എപ്പോഴും വെള്ളില്ല, അല്ലെ മീൻസ് കിണറില്ല. അവിടെ എപ്പോഴും വെള്ളം കിട്ടാനായിട്ട് ഭയങ്കര പ്രയാസമാണ്. അല്ല എല്ലായിടത്തും ഫ്ലാറ്റ്സും എല്ലാമാണ് ഉള്ളത്. അല്ലാതെ കംപ്ലീറ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ബിസി ഷെഡ്യൂളിൽ കൂടെ പോകുന്ന ഒരു ലൈഫായിരിക്കും ബാംഗ്ലൂരുള്ളത്. അതുപോലെ തന്നെ ആ ഒരു ഫ്രഷ് വാട്ടറും അതുപോലുള്ള ഒന്നും തന്നെ അവിടെ കിട്ടാനില്ല. എല്ലാവരും വലിയ വലിയ ഫ്ലാറ്റുകളിലും എല്ലാവരും ഇത് ബിഗ് വില്ലാസിലും ഒക്കെയാണ് ജീവിക്കുന്നത്. ഇവിടെ എൻചാൻഡിങ് എന്ന് വെച്ചാൽ അതിശയകരമായിട്ടുള്ള ഒന്നാണ്. അപ്പൊ അവിടെയൊക്കെ ലൈഫ് ജീവിക്കുക എന്ന് പറയുന്നത്, ഇവിടുത്തെ മ്യൂസിയവും ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട്, പാർക്കെല്ലാം ഉണ്ട്. ഇതെല്ലാം കാണാനായിട്ട് നല്ല രസമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ദിവസം കൂടെ ഇവിടെ നിന്നിട്ടേ വരത്തുള്ളൂ. വുഡ് യു ലൈക്ക് ടു ജോയിൻ മീ അർച്ചന, നിനക്ക് എന്നോടൊപ്പം ഇവിടെ വരണമെന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇടുക. അപ്പൊ ഒരു പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. അതാണ് ഭയങ്കര ബിസി ആയിരിക്കും, നമുക്കൊരു ഫ്രഷ് എയർ കിട്ടത്തില്ല. അത്തരത്തിലുള്ള ലൈഫ് ആയിരിക്കും നമ്മുടെ ഒരു അർബൻ ലൈഫ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് എന്നുള്ള കാര്യം നോക്കാം. Haven't you got the picture of the city when you read Sheena's letter? അപ്പൊ ഇതിലെന്ന് ഈ ഒരു മോളിൽ പറഞ്ഞ കാര്യത്തിലെന്ന് ആ ബാംഗ്ലൂർ സിറ്റി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഒരു ബിസി ഷെഡ്യൂളാണ്, കംപ്ലീറ്റ്ലി ഫ്രഷ് എയറോ ഒന്നും കിട്ടത്തില്ല. ഇപ്പോ നമ്മുടെ വേൾഡിന്റെ ലിസ്റ്റിൽ തന്നെ എടുത്തു നോക്കിയാൽ വേൾഡിലെ മോസ്റ്റ് പൊള്യൂട്ടഡ് ലിസ്റ്റിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടോപ്പിൽ നിന്നിരുന്ന ഒരു സിറ്റി ആയിരുന്നു ബാംഗ്ലൂർ. അപ്പോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് പൊള്യൂട്ടഡ് സിറ്റികളിൽ ഒന്നാണ്
ബാംഗ്ലൂർ. അപ്പൊ അത്രയ്ക്ക് ഇഷ്യൂസ് ഉള്ള ഒരു ഇതാണ്. പക്ഷെ കാണാനൊക്കെ പോകും, അത്രേ ഉള്ളൂ. Let's prepare a chart showing the peculiar features of the cities. അപ്പൊ ഓരോ ഒരു ചാർട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അപ്പൊ എന്ത് എങ്ങനെ എന്നുള്ള കാര്യം ഇവിടെ നോക്കേണ്ടത്, എങ്ങനെയായിരിക്കാം ആ ചാർട്ട് ഉണ്ടാക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. Features of cities. Center of diversity, speak many languages, wear different clothes, follow diverse food habits. അപ്പോൾ ഒരു സിറ്റിയുടെ ആ ഒരു എന്താ പറയുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ വരുന്നത്. എന്തൊക്കെയാ? ഒന്ന്, പലരും പല ലാംഗ്വേജ് ആയിരിക്കും സംസാരിക്കുക, ഒറ്റ ലാംഗ്വേജ് മാത്രം ആയിരിക്കത്തില്ല. അതുപോലെ തന്നെ പല തരത്തിലുള്ള ഡ്രസ്, ഓരോ കൾച്ചറൽ ഹാബിറ്റേറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഓരോ കൾച്ചറിൽ നിന്നുള്ളവരെ അവർ വരുമ്പോഴും ഓരോ തരത്തിലുള്ള ഡ്രസ് ആയിരിക്കും അവിടെ ധരിക്കുക. ഫോളോ ഡൈവേഴ്സ് ഫുഡ് ഹാബിറ്റ്സ്, അവിടെ വരുന്നവർക്കെല്ലാം ധാരാളം ഫുഡ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത് വളരെ വ്യത്യാസമായിരിക്കും. നമ്മളെക്കാളും അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ ഇവിടെ ചോറ് സാമ്പാർ ഇതൊക്കെ ആയിരിക്കും. വേറൊരു സ്ഥലത്തു നിന്നുള്ള ഒരാൾ വരുമ്പോൾ അയാൾക്കാണെങ്കിൽ ചപ്പാത്തിയും ചിക്കൻ കറിയും മാത്രം മതിയാവും, അല്ലെങ്കിൽ ചപ്പാത്തിയും ഡാലും അതുപോലുള്ളവരായിരിക്കും. അല്ലെ വേറൊരാൾ വരുമ്പോൾ അവർക്ക് ഇതൊന്നും പറ്റത്തില്ല, ബിരിയാണി എന്ന് പറയില്ല, വേറെ എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റം അത് മാത്രമായിരിക്കും പറ്റുക. അപ്പൊ അത്തരത്തിൽ പല പല ഫുഡ് ഐറ്റംസും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫുഡ് ഡൈവേഴ്സിറ്റീസ് കലർന്നതാണ് നമ്മുടെ എന്ന് പറയുന്നത്. ലാൻഡ് ഓഫ് ഡിഫറെന്റ് ഒക്കുപേഷൻ, അപ്പോൾ ഇൻഡസ്ട്രിയൽ ആവാം, അതുപോലെ തന്നെ സോഷ്യോ എക്കണോമിക് ക്ലാസ്, അവിടെ ഉള്ളവര് ഈ നമ്മുടെ ടോട്ടലി ഫോം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ക്ലാസ് ബേസ്ഡ് ആയിരിക്കും. എങ്ങനെ? ഇൻ ദ ബേസിസ് ഓഫ് ഒക്കുപേഷൻ, അവരുടെ ജോലിക്ക് അനുസരിച്ച്. ഇപ്പൊ നല്ല കോടീശ്വരമായിട്ടുള്ളവർ അത്രയ്ക്ക് നല്ല രീതിയിൽ താമസിക്കും, നല്ല രീതിയിൽ ചെലവാക്കും. പക്ഷെ പൈസ കുറച്ച് കിട്ടുന്ന ജോലിക്ക് താമസിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ കുഞ്ഞു വീട്ടിലായിരിക്കും താമസിക്കുക. അപ്പോൾ ആ ഒരു ഒക്കുപേഷൻ ബേസ് ചെയ്ത് അവരുടെ ആ ഒരു ക്ലാസ് ചേഞ്ച് ആവും. അതുപോലെ തന്നെ ഓരോ ഒക്കുപേഷൻ, ഡിഫറെന്റ് ഒക്കുപേഷൻസ് ഗീവ് ബർത്ത് ടു ഡിഫറെന്റ് ലേബർ ഓർഗനൈസേഷൻ. അപ്പോൾ ഓരോ ഒക്കുപേഷനും അവിടെ തന്നെ ഓർഗനൈസേഷൻസും അതുപോലെ തന്നെ പല പല കാര്യങ്ങളും അവിടെ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ പല ഇഷ്യൂസ് ഉൾപ്പെടെ അവിടെ എന്താ പറയുക, ഓരോ സംഘടനകളും അവരുടെ ഇഷ്യൂസ് പരിഹരിക്കാനുള്ള സംഘടനകളും എല്ലാം തന്നെ അവിടെ ഫോം ചെയ്യും. സെന്റർ ഓഫ് ലാർജ് ബിൽഡിങ്സ്, ഫ്ലാറ്റ്സ്, മോൾസ്, സൂപ്പർ മാർക്കറ്റ്സ്, ബംഗ്ലോസ്, ഇതൊക്കെ ആയിരിക്കും അവിടുത്തെ വലിയ വലിയ ബിൽഡിങ്സ്. ഇതെല്ലാം സിറ്റീസിന്റെ പെക്യുലാരിറ്റീസ് ആണ്, സിറ്റീസിന്റെ ഫീച്ചേഴ്സ് ആണ്. അർബൻ ലൈഫ്, ഫാഷൻ, മോഡേൺ ലൈഫ് സ്റ്റൈൽ, ഡൈവേഴ്സ് ലൈഫ് സ്റ്റൈൽ. അവിടെ തന്നെ നല്ല ഫാഷനുകൾ ഉണ്ടാവും, ആധുനിക രീതിയിലുള്ള മോഡേൺ ലൈഫ് സ്റ്റൈൽ ഉണ്ടാവും, അതുപോലെ തന്നെ വൈവിധ്യപൂർണ്ണമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഉണ്ടാവും. ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി ആൻഡ് സ്ലംസ്, അപ്പൊ ചേരി പ്രദേശങ്ങളും അവിടെ ഉണ്ടാവും. കാരണം ഇവിടെ ഇത്രയും ജനങ്ങള് ധാരാളം എന്താ പറയുന്നത് ജോലി ചെയ്ത് ആ ഒരു ഇപ്പൊ മുംബൈ പോലുള്ള ഒരു സിറ്റിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൂടുതലും കാണാൻ പറ്റുന്ന സ്ലംസാണ്, ചേരി പ്രദേശങ്ങളായിരിക്കും അവർക്ക് കൂടുതലും കാണാൻ പറ്റുന്നത്. നിങ്ങൾ മറ്റേ ഈ സിനിമയിലെ ഈ ധാരാവി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പഴയ സിനിമകളിലൊക്കെ ഞാൻ കണ്ടിട്ടില്ല സാർ. അല്ല, ഈ ധാരാവി നമ്മുടെ ആറിന്റെ ഡയലോഗ് ആയിരുന്നു. മറ്റേ പുള്ളിക്കാരന്റെ പേര് പറഞ്ഞല്ലോ, ധാരാവി എന്ന് കേട്ടിട്ടുണ്ടെന്നൊക്കെ ചോദിക്കുന്ന ഒരു ഡയലോഗ് ഒക്കെ ഉണ്ടല്ലോ. എനിക്കൊന്ന് പഞ്ചാബി ഹൗസോ അങ്ങനെ എന്തോ ഒരു പഴയ സിനിമയില്. എന്നാലും ഞാൻ പറഞ്ഞു അതൊക്കെ നമ്മൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നത്. അതാ. അപ്പൊ അതൊക്കെ എന്ന് പറയും, ധാരാവി എന്നൊക്കെ പറയുന്നത് തന്നെയും ഒരു സ്ലം ഏരിയ ആണ്. യഥാർത്ഥത്തിൽ അതൊരു സ്ലമ്മാണ്. അപ്പൊ അത്തരത്തില് സ്ലംസ് കൊണ്ടൊക്കെ നിറഞ്ഞു കിടക്കുന്ന ഇതായിരിക്കും ഒരു സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ സിറ്റിയില് എന്തൊക്കെ കാണും? പ്രധാനമായിട്ട് സെന്റർ ഓഫ് ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇത്. ഫീച്ചേഴ്സ് ഓഫ് സിറ്റി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് 3-4 മാർക്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതത്രയും പഠിക്കണം. ഒരു ഇതെല്ലാം പോയിന്റ് വൈസ് ആണ്. സെന്റർ ഓഫ് ഡൈവേഴ്സിറ്റി എന്തൊക്കെയാണ്? ലാൻഡ് ഓഫ് ഡിഫറെന്റ് ഒക്കുപേഷൻ അതെന്തൊക്കെയാണ്? അവിടെ ബിൽഡിങ്സ് എന്തൊക്കെ ടൈപ്പ് ബിൽഡിങ്സ് ഉണ്ട്? ഫ്ലാറ്റ്സ്, മോൾസ്, സൂപ്പർ മാർക്കറ്റ്സ്. അടുത്ത അർബൻ ലൈഫ് സ്റ്റൈൽ എങ്ങനെ? അവിടുത്തെ ലൈഫ് സ്റ്റൈൽ എന്താണ്? ഫാഷൻ, മോഡേൺ ലൈഫ് സ്റ്റൈൽ, ഡൈവേഴ്സ് ലൈഫ് സ്റ്റൈൽ. പിന്നെ അവിടുത്തെ പ്രത്യേകതയാണ് ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി, ഭയങ്കര ജനക്കൂട്ടമായിരിക്കും. നമ്മുടെ നേരത്തെ ഈ ഒരു പിക്ചർ കണ്ടില്ലേ,
ഇവിടെ ഗ്രാമത്തിലൊക്കെ ആണെങ്കിൽ ആരുമില്ല. പക്ഷെ ഇവിടെ ഒരു സിറ്റി ലൈഫ് നോക്കിക്കെ, അവിടെ എന്ന് പറയുന്നത് ഫുൾ ആൾക്കാരായിരിക്കും. അപ്പൊ അതാണ് ആ ഒരു വ്യത്യാസം. അപ്പൊ അത് നിങ്ങൾ പഠിക്കുക. അതിൽ എന്താ ഡൗട്ട് ഉണ്ടോ ഇതുവരെ? ഡൗട്ട് ഉണ്ടോ? No, sir. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രോബ്ലംസ് ഇൻ സിറ്റീസ്. അപ്പൊ നമ്മുടെ ഈ നാട്ടിൻ പുറത്തേക്കാളും കൂടുതൽ ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം ഉണ്ടാകുന്നത് നഗരത്തിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഏറ്റവും കൂടുതൽ ആക്സിഡന്റുകൾ ഉണ്ടാകുന്ന എവിടെയാ? സിറ്റിയിലാണ്. ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് എല്ലാം ഉണ്ടാകുന്ന എവിടെയാ? സിറ്റികളിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ധാരാളം പ്രശ്നങ്ങൾ സിറ്റിയിൽ ഉണ്ടാവുന്നുണ്ട്. സിറ്റീസ് അട്രാക്ട് മെനി. സിറ്റീസ് എന്ന് പറയുന്നത് എല്ലാവരെയും ഭയങ്കരമായിട്ട് ആകർഷിക്കും. ബട്ട് ദർ ആർ റീസൺ ഫോർ സിറ്റീസ് ടു ബി ഡിസ്ലൈക്ക് ആസ് വെൽ. വൈ? പക്ഷെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള കുറെ കാര്യങ്ങളും ഉണ്ട്. എന്തുകൊണ്ട്? ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഈ പിക്ചർ നോക്കുക. ദിസ് പിക്ചർ ഷോസ് ദ ട്രാഫിക് കൺജഷൻ ഇൻ എ സിറ്റി. അപ്പോ ഈ പിക്ചറിൽ കാണുന്നത് ട്രാഫിക് ജാം ആണ്. ട്രാഫിക് ജാം ആണ്, ഒരു സിറ്റിയിലുള്ള ഒരു ട്രാഫിക് ജാം ആണ് ഇവിടെ കാണിക്കുന്നത്. The multitude of vehicles causes air pollution. This leads to many diseases. അപ്പോ ഇത്രയും വണ്ടികൾ അവിടെ ഇങ്ങനെ പോകുമ്പോൾ ഇത് ആ ഒരു എയർ പൊല്യൂഷന് കാരണമാകും. ഇപ്പൊ ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ, പിന്നെ ചില സമയത്ത് നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ ഡൽഹി ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണാൻ പറ്റും. അവിടെ ഇങ്ങനെ അടുത്തൂടെ പോകുന്ന ആൾക്കാരെ കാണാൻ പറ്റത്തില്ല. എന്തുകൊണ്ടെന്നറിയാവോ? ഈ എയർ പൊല്യൂഷൻ കാരണം ഫുൾ ഇരുണ്ട് കിടക്കും. കംപ്ലീറ്റ് ആയിട്ട് ഇരുണ്ട ഒരു അവസ്ഥയായിരിക്കും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കുറെ ഇഷ്യൂസ് അവിടെ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു എയർ പൊല്യൂഷനും എല്ലാം തന്നെ നമ്മുടെ പല ഡിസീസിനും കാരണമാവും, പല രോഗങ്ങളും കൊണ്ടെത്തിക്കും. It is a reality that cities possess many facilities as well. നമുക്ക് സിറ്റീസ് ധാരാളം അവസരങ്ങൾ അല്ലെങ്കിൽ ഫെസിലിറ്റീസും എല്ലാം തരുന്നുണ്ട്. But do you know that cities are also centers of several problems? പക്ഷേ നിങ്ങൾക്കറിയാവോ, ഈ സിറ്റീസ് എന്ന് പറയുന്നത് ധാരാളം പ്രോബ്ലങ്ങളും നമുക്ക് നൽകുന്ന ഒന്നാണ്. എടാ, നിങ്ങൾക്ക് കേൾക്കാവോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പൊ അവിടത്തെ നെറ്റ് പോയതാ. ഓക്കെ, അപ്പൊ അതാ ഞാൻ അങ്ങനെ ചോദിച്ചു. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത്, ഈ സിറ്റി എന്ന് പറയുന്നത് നമുക്ക് ധാരാളം ഫെസിലിറ്റീസ് തരുന്ന ഒന്നാണ്. ബട്ട് ഡു യു നോ ദ സിറ്റീസ് ആർ ദ സെന്റേഴ്സ് ഓഫ് സെവറൽ പ്രോബ്ലംസ്? പക്ഷെ നമുക്കറിയാം സിറ്റീസ് എന്ന് പറയുന്നത് ധാരാളം ഇഷ്യൂസ് ഉണ്ടാവുന്ന ഒന്നുകൂടെയാണ്, അല്ലെ കുറെ പ്രോബ്ലംസ് നമുക്ക് തരുന്നതാണ് നമ്മുടെ സിറ്റി ലൈഫ് എന്ന് പറയുന്നത്. Some people find it tough to live in cities. But ചില ആൾക്കാർക്ക് ഭയങ്കര പ്രയാസമായിരിക്കും സിറ്റിയിലൊക്കെ ജീവിക്കാൻ. Both the upper class who enjoys all comforts in life and the poor lower class in slums live in the cities. ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ സിറ്റികളിലെന്ന് പറയുന്നത് പാവപ്പെട്ടവരും ജീവിക്കുന്നുണ്ട്, പണക്കാരും ജീവിക്കുന്നുണ്ട്, പൈസ ഉള്ളവനും ജീവിക്കുന്നുണ്ട്, പൈസ ഇല്ലാത്തവനും ജീവിക്കുന്നുണ്ട്. ഇപ്പൊ പൈസ ഉള്ളവരാണെങ്കിൽ നല്ല കംഫർട്ടായിട്ട് നല്ല ഇവിടെയൊക്കെ നമ്മുടെ ഫ്ലാറ്റിലും ബംഗ്ലാവിലും എല്ലാം താമസിക്കുമ്പോൾ പാവപ്പെട്ടവരാണെങ്കിൽ എവിടെയാ താമസിക്കുക? സ്ലംസിലാണ് താമസിക്കുക. അല്ലെങ്കിൽ അവർ താമസിക്കുന്നത് ഈ ചേരികളിലാണ് താമസിക്കുക. മെനി ഓഫ് ദ പ്രോബ്ലംസ് ഇൻ സിറ്റീസ് അഫക്ട് ഓൾസോ ഓഫ് ദം. ഈ ഇഷ്യൂസ് എല്ലാം തന്നെ ഒക്കെ അവിടുത്തെ ജനങ്ങളെയും എല്ലാരെയും ഭയങ്കരമായിട്ട് അത് ബാധിക്കും. എന്തൊക്കെയായിരിക്കും അത്തരത്തിലുള്ള ഇഷ്യൂസ്? എന്തൊക്കെയായിരിക്കും അത്തരത്തിലുള്ള ഇഷ്യൂസ് എന്ന് പറയുന്നത്? എന്തൊക്കെ ഇഷ്യൂസ് ആയിരിക്കും അവിടെ അവരെ അഫക്ട് ചെയ്യുന്നത്? എന്തൊക്കെയായിരിക്കാം? സാർ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. അതായത് നമ്മുടെ അവിടുത്തെ ജനങ്ങളെ ഇത് എന്താ പറയാ, ഓക്കെ, അവിടുത്തെ ജനങ്ങൾ അല്ലെ അവിടുത്തെ ജനങ്ങളെ നോക്കിക്കഴിഞ്ഞാല് ഇതുണ്ട്, അപ്പർ ക്ലാസ്സും ഉണ്ട് ലോവർ ക്ലാസ്സും ഉണ്ട്. അതായത് നല്ല പണക്കാരും ഉണ്ട്, പാവപ്പെട്ടവരും ഉണ്ട്.
സ്ലമ്മിൽ ജീവിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ കൊട്ടാരത്തിൽ അല്ലെങ്കിൽ അതുപോലെ ഫ്ലാറ്റുകളിൽ ജീവിക്കുന്നതും പല പല ഇഷ്യൂസും അവർക്ക് അവിടെ വരുന്നുണ്ട്. പല പല ഇഷ്യൂസും അവർ ഫേസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയായിരിക്കാം ആ ഇഷ്യൂസ്? എന്തൊക്കെ ഇഷ്യൂസ് വരാം? എയർ പൊല്യൂഷൻ കാരണം അവർക്ക് അസുഖങ്ങൾ. എയർ പൊല്യൂഷൻ, വേറെ ആക്സിഡന്റ്. ആക്സിഡന്റ്, ഓക്കെ. ട്രാഫിക് ജാം, സൗണ്ട് പൊല്യൂഷൻ. ട്രാഫിക് ജാമും സൗണ്ട് പൊല്യൂഷനും ഒക്കെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ. വാട്ട് ആർ ദ സൊല്യൂഷൻസ്? വിളിച്ചോ? സൗണ്ട് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൗണ്ട് പൊല്യൂഷൻ എന്ന് വെച്ചാൽ ശബ്ദ മലിനീകരണം. നമ്മൾ ഈ ഹോണൊക്കെ അടിക്കുമ്പോൾ അതെന്ന് പറയുന്നത് ടോട്ടലി എല്ലാരും ഡിസ്റ്റർബ് ചെയ്യും. ഇതിപ്പോ 500 പേര് ഒരുമിച്ച് ഒരേ 500 വണ്ടികൾ ഒരുമിച്ച് ട്രാഫിക് ജാമിൽ ഇരുന്നുകൊണ്ട് ഹോൺ അടിക്കുകയാണെന്ന് വെക്കുക. എന്തായിരിക്കും നമ്മുടെ ആ ഒരു, നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ടോട്ടലി അതൊരു ഇറിറ്റേഷൻ ആവുന്നില്ല. അത് മാത്രമല്ല, അത് അവിടുത്തെ പല പല ജീവികളെയും എല്ലാം തന്നെ അഫക്റ്റ് ചെയ്യും. മനസ്സിലായോ? അവിടുത്തെ അതായത് പല പക്ഷികൾക്കും അവർക്കൊന്നും ചിലപ്പോൾ സഹിക്കാൻ പറ്റിയെന്ന് വരത്തില്ല ആ ഒരു സൗണ്ടും ആ ഒരു കാര്യങ്ങളൊക്കെ. അപ്പൊ അതാണ് അവിടുത്തെ ആ ഒരു ഇഷ്യൂസ് ഒക്കെ എന്ന് പറയുന്നത്. ഓക്കെ ആയോ ആദിത്യ? What are the solutions to problems in the cities and villages? Discuss in groups. You can use the following charts for discussion. അപ്പോൾ എന്തൊക്കെ സൊല്യൂഷൻ ആണ് നമുക്ക് ഈ സിറ്റിയിലോ അല്ലെങ്കിൽ വില്ലേജസിലോ ഉള്ള ഇഷ്യൂസിനെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുക? Remedies to the problems in cities: systematic planning, eco-friendly construction, housing policy, basic facilities for making life easy. അതായത് സിസ്റ്റമാറ്റിക് പ്ലാനിങ്, ചിട്ടയോടുള്ള ആസൂത്രണം. നമ്മുടെ സിറ്റി ലൈഫ് എങ്ങനെ പ്ലാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ സിറ്റി എങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നു, ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ലൈഫിനെ നല്ല രീതിയിൽ ബാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രോപ്പർ പ്ലാനിങ് അവർക്ക് വേണം. ഗവൺമെന്റിനായാലും അവിടുത്തെ ജനതയ്ക്കായാലും വേണം. എക്കോ ഫ്രണ്ട്ലി കൺസ്ട്രക്ഷൻസ്, പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ. അവിടെ ഫ്ലാറ്റ്സും കാര്യങ്ങളും എല്ലാം കെട്ടിപ്പൊക്കും. അത് പല പല പരിസ്ഥിതി പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇഷ്യൂസ് ഉണ്ടാവാത്ത രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണം. ഹൗസിംഗ് പോളിസി, പാർപ്പിട നയം. ഹൗസിംഗ് പോളിസി എന്ന് പറയുമ്പോൾ ഈ വീടുകൾക്ക് എന്ന് പറയുന്നത് കുറെ ഇതുണ്ട്, നിയമക്കുരുക്കുകളുണ്ട്. വീടുകൾ ഇത്രേ പാടുള്ളൂ, ഇത്ര നിലയെ പാടുള്ളൂ, ഇത്ര ഈ രീതിയിൽ ചെയ്യാവൂ, അതിന്റെ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം എടുക്കണം. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം. ബേസിക് ഫെസിലിറ്റീസ് ഫോർ മേക്കിംഗ് ലൈഫ് ഈസി. അടിസ്ഥാന സൗകര്യങ്ങൾ വേണം. അടിസ്ഥാന സൗകര്യങ്ങൾ അത് കറക്റ്റ് ആയിട്ട് വേണം. ഇപ്പോ ട്രാഫിക് ജാം ഉണ്ടാവരുത്, അപ്പൊ സ്പേഷ്യസ് ആയിട്ടുള്ള റോഡ് വേണം. ഇതെന്താ നിങ്ങൾ 3 പേര് വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിട്ട് പോയോ? നിങ്ങൾ ആരും ഇവിടെ ഇല്ലേ? ഉണ്ട് സാർ. ഉണ്ട് സാർ. ഓക്കെ. അഭിജിത്തെ? ഓക്കെ, നീ ഇവിടെ ഇല്ലേന്ന് നോക്കിയതാ? വൈഫൈയിൽ നിന്നാണ് കണക്ട് ചെയ്ത് കയറുന്നത്. അപ്പൊ വൈഫൈയുടെ ചാർജ് എടുക്കാൻ പോയിട്ട്. ആഹാ, കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ പറഞ്ഞത്, അപ്പോ നമുക്ക് ഇവിടെ എന്തൊക്കെയാ ആവശ്യം എന്ന് പറയുന്നത്? ഒരു സിറ്റി പ്ലാൻ ചെയ്യുമ്പോ എന്തൊക്കെയായിരിക്കും ആവശ്യം? കേട്ടില്ല. ഒരു സിറ്റി പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സിറ്റി കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെയായിരിക്കും നമുക്ക് ആവശ്യം? പച്ചക്കറികൾ, വെജിറ്റബിൾസ്. അതാണോ ആവശ്യം? സിറ്റി, അതായത് സിറ്റി ഡെവലപ്മെന്റ് ആ ചോദിച്ചത്. ഡെവലപ്മെന്റ്സ്. വീതിയുള്ള റോഡുകൾ വേണോ? ട്രാഫിക് ജാം ഉണ്ടാവാതിരിക്കാനായിട്ട് വീതിയുള്ള റോഡുകൾ വേണം.
ഇത് പിന്നെ വാട്ടർ ഫെസിലിറ്റി, ഫ്രഷ് വാട്ടർ കിട്ടുന്ന സൗകര്യം വേണം. പിന്നെ പാർക്കിംഗ് സ്പേസ് വേണം. അത്ര ഡെവലപ്മെന്റ്സ് പ്രോപ്പർ ആയിട്ട് വാട്ടറും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടണം. അത്തരത്തിലുള്ള ഡെവലപ്മെന്റ് എല്ലാം നമുക്ക് അവിടെ ആവശ്യമാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ സിറ്റിയെ നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലംസ് ഇൻ സിറ്റി നമുക്ക് മാറ്റാൻ പറ്റും. മനസ്സിലായോ? അല്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അഭിജിത്തിനോ? അപ്പൊ ഇവിടെ ജസ്റ്റ് ചാർട്ട് കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഡിഫറെന്റ് സ്റ്റൈൽസ് ഓഫ് ലൈഫ്, ട്രൈബൽ കമ്മ്യൂണിറ്റി, വില്ലേജ് കമ്മ്യൂണിറ്റി, അർബൻ കമ്മ്യൂണിറ്റി. ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കി. വില്ലേജ് കമ്മ്യൂണിറ്റിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കി. ഫീച്ചേഴ്സ് ഓഫ് ട്രഡീഷണൽ വില്ലേജ് ആൻഡ് ചേഞ്ചിങ് വില്ലേജ്. അപ്പൊ ചേഞ്ചസ് ഓക്കേർഡ് ഇൻ റൂറൽ വില്ലേജ് അതെന്തൊക്കെയാണെന്ന് നോക്കി. അർബൻ കമ്മ്യൂണിറ്റി, അവിടുത്തെ ഫീച്ചേഴ്സ്, അർബൻ പ്രോബ്ലംസ്, അവിടുത്തെ റെമഡിയൽ മെഷേഴ്സ്, അത്രയും നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിച്ചോ? ഇതിന്റെ സമ്മറി നോക്കാം. ഗൗരി കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, അത് അവിടത്തെ എന്തോ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ആട്ടോ. ഓക്കെ, നമുക്ക് ഇവിടുത്തെ സമ്മറി നോക്കാം. Majority of the tribal communities live in the hilly areas or other remote areas. അപ്പോ ഈ മിക്ക ട്രൈബൽ കമ്മ്യൂണിറ്റീസും ഹില്ലി റീജിയനിലും അതുപോലെ തന്നെ റിമോട്ട് ഏരിയാസിലൊക്കെയാണ് താമസിക്കുന്നത്. The tribal communities have unique culture and lifestyle. അപ്പോൾ നമ്മൾ പഠിച്ചു ട്രൈബൽ കമ്മ്യൂണിറ്റീസിനാണെങ്കിൽ അവർക്ക് പ്രത്യേകതരം ലൈഫ് സ്റ്റൈലും പ്രത്യേകതരം കൾച്ചറും എല്ലാം തന്നെ ഉണ്ട്. The language and culture of the tribal societies are transmitted orally. അവർക്കെന്ന് പറയുന്നത് എഴുത്തില്ലായിരുന്നു, അവർക്കൊട്ടായിരുന്നു സംസാര ഭാഷ മാത്രമായിരുന്നു. Primary relation, agro-based occupation, importance of neighborhood and the family relation, influence of facilities, etc. are the features of village. അപ്പൊ വില്ലേജസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ അഗ്രികൾച്ചർ, എല്ലാവരും ഒരുമിച്ച് കൃഷി ചെയ്യും, അതിന് വിധിച്ചെടുക്കും, അയൽക്കാരുമായിട്ടുള്ള സ്നേഹവും സഹകരണവും, പിന്നെ ഫെസ്റ്റിവൽസിന്റെ ഇമ്പോർട്ടൻസ്, അതെല്ലാം തന്നെ അവർക്ക് അവിടെ ഉണ്ടായിരുന്നു. Social diversity, division of labor and social mobility are the features of urban society. അപ്പോൾ സോഷ്യൽ ഡൈവേഴ്സിറ്റി, പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും. ഡിവിഷൻ ഓഫ് ലേബർ, ഒക്യുപ്പേഷൻ ബേസ് ചെയ്ത് പല പല ക്ലാസ് ആയിട്ട് തിരിച്ചിട്ടുണ്ടാവും. മൊബിലിറ്റി ആർ ദ ഫീച്ചേഴ്സ് ഓഫ് അർബൻ സൊസൈറ്റി. മൊബിലിറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു മൂവ്മെന്റും കാര്യങ്ങളും എല്ലാം അതൊക്കെ ആയിരിക്കാം. അതായത് നമുക്ക് ഈസി ആക്സസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സിറ്റീസിൽ ചെയ്യാൻ പറ്റും. അതിനെയാണ് അവിടെ പറയുന്നത്. Slums, pollution, traffic congestion, etc. are the major urban problems. അപ്പോൾ അർബൻ സൊസൈറ്റിയിലുള്ള ഇഷ്യൂസ് ആണ് സ്ലം, പൊല്യൂഷൻ, ട്രാഫിക് ജാം എല്ലാം. Most of the problems in cities can be solved with systematic planning. നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സിറ്റീസിലൊക്കെ ഉള്ള പ്രോബ്ലംസ് ഏറെക്കുറെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ഒരു ചാപ്റ്ററിൽ? No, sir.